നമസ്കാരം. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു സൈനിക ദൗത്യം ആദ്യമായി ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുകയാണ് ഉത്തര കൊറിയ. ഈ വർഷം ആദ്യം റഷ്യയിലെ കുക്സ് മേഖലകൾ മൈനുകൾ നീക്കം ചെയ്യാൻ തങ്ങൾ സൈന്യത്തെ അയച്ചിരുന്നു എന്നാണ് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തങ്ങളുടെ സൈനികർ ഇത്തരം മാരകമായ ജോലികൾ നിർവഹിച്ചതായും പോങ് യാങ് പരസ്യമായി സമ്മതിക്കുകയാണ്. ദക്ഷിണ കൊറിയൻ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് AFP റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഏകദേശം 4 വർഷമായി റഷ്യ ഉക്രൈൻ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നതിനായി ഉത്തര കൊറിയ ആയിരക്കണക്കിന് സൈനികരെയാണ് അയച്ചിട്ടുള്ളത്. നയതന്ത്രപരമായ ഒറ്റപ്പെട്ട ഒരു രാജ്യമായ ഉത്തര കൊറിയയ്ക്ക് റഷ്യയുമായുള്ള സഹകരണം നിർണായകമാണ്. ഈ സഹായത്തിന് പകരമായി റഷ്യ സാമ്പത്തിക സഹായം, സൈനിക സാങ്കേതിക വിദ്യ, ഭക്ഷണം, ഊർജ സ്രോതസ്സുകൾ എന്നിവ നൽകുന്നുണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ ആണവ മിസൈൽ പദ്ധതികളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സഹായം കിം ഭരണകൂടത്തെ സഹായിക്കും. മൈൻ നീക്കം ചെയ്യാൻ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചെത്തിയ എഞ്ചിനീയറിംഗ് റെജിമെന്റിനെ കിം ജോങ് ഉൻ പ്രശംസിച്ചിരുന്നു. ഓഗസ്റ്റിൽ ആരംഭിച്ച 120 ദിവസത്തെ വിന്യാസമായിരുന്നു ഇത്. 3 മാസത്തിനുള്ളിൽ ഒരു വലിയ അപകട മേഖലയെ സുരക്ഷിതവുമായ ഒന്നാക്കി മാറ്റുന്നതിൽ അത്ഭുതം സൃഷ്ടിക്കാൻ സൈനികർക്ക് കഴിഞ്ഞുവെന്നും മിക്കവാറും എല്ലാ ദിവസവും നമുക്ക് സങ്കല്പിക്കാൻ പോലും പാടില്ലാത്ത കഴിയാത്ത അത്ര മാനസികവും ശാരീരികവുമായ ഭാരങ്ങളെ അതിജീവിച്ചാണ് ഇവർ ദൗത്യം പൂർത്തിയാക്കിയത്. ഒപ്പം സൈനികർ ദൗത്യത്തിലെ ഇടവേളകൾ തങ്ങളുടെ ജന്മനാടുകളിലേക്കും ഗ്രാമങ്ങളിലേക്കും കത്തുകൾ എഴുതാറുണ്ടായിരുന്നു എന്നും കിം പറയുന്നു. ഈ മാരക ദൗത്യത്തിനിടയിൽ റെജിമെന്റിലെ 9 അംഗങ്ങൾ മരിച്ചു എന്നും കിം ജോങ് ഉൻ സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ ധീരതയ്ക്ക് ശാശ്വത തിളക്കം നൽകാൻ അദ്ദേഹം അവർക്ക് സംസ്ഥാന ബഹുമതികൾ നൽകി ആദരിച്ചു. പോങ് യാങ്ങിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ തിരിച്ചെത്തിയ സൈനികരെ കിം പുഞ്ചിരിച്ചുകൊണ്ടാണ് ആലിംഗനം ചെയ്യുന്ന ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു. വീൽചെയറിലായി കാണപ്പെട്ട പരിക്കേറ്റ സൈനികരും ഈ സംഘത്തിലുണ്ടായിരുന്നു. 120 ദിവസത്തെ കാത്തിരിപ്പിന്റെ വേദനയും അതിന്റെ ഒരു നിമിഷം പോലും പ്രിയപ്പെട്ട മക്കളെ മറന്നിട്ടില്ല എന്നും ഉത്തര കൊറിയൻ നേതാവ് പരാമർശിച്ച് പറയുന്നുണ്ട്. റഷ്യയ്ക്ക് വേണ്ടി മൈൻ നീക്കം ചെയ്യാനുള്ള ഉത്തര കൊറിയൻ സൈന്യത്തിന്റെ ദൗത്യം 2 രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം എത്രത്തോളം ആഴത്തിലാണ് എന്നതുകൂടി തെളിയിക്കുന്നതാണ്. റഷ്യയുടെ ആവശ്യങ്ങൾക്കായി സ്വന്തം സൈനികരെ അപകടകരമായ മേഖലകളിലേക്ക് അയക്കാൻ കിം ഭരണകൂടം തയ്യാറായി എന്നത് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക രാജ്യങ്ങൾക്ക് ഒരു പുതിയ ആശങ്കയാണ് നൽകുന്നത്. ഈ ത്യാഗം അംഗീകരിച്ച് മരിച്ചവർക്ക് ബഹുമതി നൽകാനുള്ള കിമ്മിന്റെ തീരുമാനം തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായി റഷ്യയെ കണക്കാക്കുന്നു എന്നതിന്റെ രാഷ്ട്രീയ സൂചന കൂടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല.